ഇന്ത്യൻ റെയിൽവേയിൽ 300-ലധികം ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, ചെന്നൈ, മുംബൈ എന്നീ ഡിവിഷനുകളിലാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അവിടെ ജനുവരി 29, 2026 വരെ അപേക്ഷിക്കാൻ കഴിയും. ഐസൊലേറ്റഡ് കാറ്റഗറിയിലാണ് ഈ 311 ഒഴിവുകളുള്ളത്. താല്പര്യമുള്ള 2025 ഡിസംബർ 30 മുതൽ 2026 ജനുവരി 29 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. അതാത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിലേക്ക് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. പോസ്റ്റ് ഡീറ്റെയിൽസ് ഞാൻ പറയാം. സീനിയർ പബ്ലിസിറ്റി ഇൻസ്പെക്ടർ 18 മുതൽ 33 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടിസ്ഥാന ശമ്പളം 35,400 രൂപ. അതിലേക്ക് 15 ഒഴിവുകളാണുള്ളത്. വേണ്ട ഡിഗ്രിയും അതുപോലെ ഡിപ്ലോമ പബ്ലിക് റിലേഷൻസിലോ മാസ് കമ്മ്യൂണിക്കേഷനോ ജേർണലിസ്റ്റിലോ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്ത ലാബ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 കെമിസ്റ്റ് ആൻഡ് മെറ്റലർജിസ്റ്റ് എന്നുള്ളതാണ്. അതിലേക്ക് 39 ഒഴിവുകളുണ്ട്. 18 മുതൽ 30 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടിസ്ഥാന ശമ്പളം 19,900 രൂപയാണ്. +2 സയൻസ് ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചിരിക്കണം. മൂന്നാമത്തെ പോസ്റ്റ് ചീഫ് ലോ അസിസ്റ്റന്റിന് 22 ഒഴിവുകളുണ്ട്. 18 മുതൽ 40 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. LLB 3 വർഷത്തെ പ്രതിനിധിയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 44,900 രൂപയുടെ അടിസ്ഥാന ശമ്പളമായിട്ട് ലഭിക്കുക. അടുത്ത ജൂനിയർ ട്രാൻസ്ലേറ്റർ ഹിന്ദി എന്നുള്ളതാണ്. 202 ഒഴിവുകളുള്ളത്. 18 മുതൽ 33 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടിസ്ഥാന ശമ്പളം 35,400 രൂപയാണ്. അതോടെ മറ്റ് ലെവൻസ് ഉണ്ടാവും. വേണ്ട യോഗ്യത മാസ്റ്റേഴ്സ് ഡിഗ്രി ഇംഗ്ലീഷ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഹിന്ദിയാണ്. അവരെ ഡിഗ്രി ലെവലിൽ ഇംഗ്ലീഷ് എടുത്തവർക്ക് ഡിഗ്രി ലെവലിൽ ഹിന്ദിയും, ഹിന്ദി മാസ്റ്റേഴ്സ് എടുത്തുള്ളവർക്ക് ഡിഗ്രി ലെവലിൽ ഇംഗ്ലീഷും പഠിച്ചിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയും. അടുത്ത സ്റ്റാഫ് വെൽഫെയർ ഓഫീസർ എന്നാണ്. MBA അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഇൻഡസ്ട്രിയൽ റിലേഷൻസോ പേഴ്സണൽ മാനേജ്മെന്റുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 18 മുതൽ 33 വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. 35,400 രൂപയാണ് അടിസ്ഥാന ശമ്പളം. 24 ഒഴിവുകളാണുള്ളത്. അടുത്തത് പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ 7 ഒഴിവുകളുണ്ട്. 18 മുതൽ 32 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടിസ്ഥാന ശമ്പളം 44,900 രൂപയാണ്. LLBയും 5 വർഷത്തെ പ്രതിപരിചയം ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അടുത്ത സയന്റിഫിക് അസിസ്റ്റന്റ് ട്രെയിനിങ് എന്നുള്ളതാണ്. 18 മുതൽ 35 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 2 ഒഴിവുകളാണുള്ളത്. 35,400 രൂപയാണ് അടിസ്ഥാന ശമ്പളം. വേണ്ട യോഗ്യത മാസ്റ്റേഴ്സ് ഇൻ സൈക്കോളജി പ്ലസ് 1 ഇയർ എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഉണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ 500 രൂപയാണ് അപേക്ഷാ ഫീസ്. എന്നാൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, ഡിസബിലിറ്റി ഉള്ളവർ, SC/ST കാൻഡിഡേറ്റ്സ്, എക്സർവിസ്മെൻ ഒക്കെ ആണെങ്കിൽ 250 രൂപ മതിയാവും. അപ്പോൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഈ ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് 500 രൂപയിൽ 400 രൂപയും ബാക്കിയുള്ള കാറ്റഗറിയിലുള്ളവർക്ക് 250 രൂപ ഫുൾ എമൗണ്ടും റീഫണ്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ മാത്രം. അപ്പോൾ താല്പര്യമുള്ളവർ അതാത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ വെബ്സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. തിരുവനന്തപുരത്തിൻ്റെ വെബ്സൈറ്റ് എന്നുള്ളത് www.rrbtiruvandhuram.go.in എന്നുള്ളതാണ്. ചെന്നൈ www.rrbchennai.go.in, മുംബൈ www.rrbmumbai.go.in. ഈ 3 ഡിവിഷനിലാണ് വേക്കൻസികൾ. 2026 ജനുവരി 29 വരെ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. താങ്ക് യു.